2025 സെപ്റ്റംബർ 11 ലോകത്തിലെ സിനിമാ പ്രേമികളെ മൊത്തം നടുക്കിക്കൊണ്ട് ചൈനയിൽ നിന്നും ഒരു വാർത്ത പുറത്തുവന്നു. ചൈനീസ് ആക്ടറും സിംഗറുമായ യു മെങ്ലോങ് മരണപ്പെട്ടു എന്നതായിരുന്നു ആ നടുക്കുന്ന വാർത്ത. 37-കാരനായ യു മെങ്ലോങ് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് വീണായിരുന്നു മരണപ്പെട്ടത്. നിരവധി സിനിമകളിലും വെബ് സീരീസുകളിലും അഭിനയിച്ച് പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. സ്വാഭാവികമായും യു മെങ്ലോങ്ങിന്റെ അകാലത്തിലുള്ള മരണം അദ്ദേഹത്തിന്റെ ലോകത്തെമ്പാടുമുള്ള ആരാധകരെ തളർത്തിക്കളഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണം ചൈനയിൽ ഒരു വലിയ വിവാദത്തിനും തിരികൊളുത്തി. പ്രശസ്തരായ ആരെങ്കിലും മരിക്കുമ്പോൾ സാധാരണയായി സോഷ്യൽ മീഡിയ മുഴുവൻ അനുശോചനങ്ങൾ കൊണ്ട് നിറയാറുണ്ട്. അതൊരു സെലിബ്രിറ്റിയാണെങ്കിൽ പിന്നെ പറയണ്ട. ദിവസങ്ങളോളം അദ്ദേഹത്തിന്റെ ഫോട്ടോസും വീഡിയോസുമായിരിക്കും സോഷ്യൽ മീഡിയ മുഴുവൻ. യു മെങ്ലോങ് മരണപ്പെട്ട വാർത്ത പുറത്തു വന്നപ്പോൾ ചൈനയിലും അതുതന്നെയാണ് സംഭവിച്ചത്. ട്വിറ്ററിന്റെ, അതായത് ഇന്നത്തെ എക്സിന്റെ ചൈനീസ് വെർഷനായ വെയ്ബോയിൽ യു മെങ്ലോങ് ഹാസ് പാസ്ഡ് എന്ന ഹാഷ്ടാഗ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ട്രെൻഡിംഗ് നമ്പർ 1-ലെത്തി. ലക്ഷക്കണക്കിന് ആളുകളാണ് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയത്. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ അനുശോചന കുറിപ്പുകളെല്ലാം വെയ്ബോയിൽ നിന്നും അപ്രത്യക്ഷമായി. അതും പതുക്കെയല്ല, ഒറ്റ നിമിഷം കൊണ്ടാണ് യു മെങ്ലോങ്ങിന്റെ പേര് വരുന്ന ഹാഷ്ടാഗുകൾ ഉൾപ്പെടെ തുടച്ചു നീക്കപ്പെട്ടത്. പുതുതായി അപ്ലോഡ് ചെയ്യപ്പെടുന്ന അനുസ്മരണ വീഡിയോകളും ദുഃഖം പങ്കുവെക്കുന്ന പോസ്റ്റുകളുമെല്ലാം ആളുകൾ അപ്ലോഡ് ചെയ്യുന്ന വേഗത്തിൽ തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇവിടെ നിന്നുമാണ് ഈ മരണത്തെ ചൊല്ലിയുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉയരാൻ തുടങ്ങിയത്. യു മെങ്ലോങ്ങിന്റെ മരണം വാർത്തയാവരുത് എന്നും ചൈനയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കരുത് എന്നും ആരോ ആഗ്രഹിക്കുന്നു. ലക്ഷക്കണക്കിന് ആരാധകരുടെ അനുശോചന കുറിപ്പുകൾ ഇത്ര വേഗത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും തുടച്ചു മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. യു മെങ്ലോങ്ങിന്റെ മരണം വെറുമൊരു അപകട മരണമല്ല, അതൊരു കൊലപാതകമാണ്. ഇങ്ങനെയുള്ള സംശയങ്ങളും നിരവധി ചോദ്യങ്ങളുമാണ് ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്നത്. യഥാർത്ഥത്തിൽ എന്താണ് യു മെങ്ലോങ്ങിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചൈനയിൽ നടക്കുന്ന വിവാദങ്ങൾ എന്തൊക്കെയാണ്? ഇത് യഥാർത്ഥത്തിലൊരു കൊലപാതകമായിരുന്നോ? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. കേസിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. നിരവധി സ്ഥലങ്ങളുടെയും ആളുകളുടെയും പേര് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സംഭവം നടന്നത് ചൈനയിലായതുകൊണ്ട് തന്നെ പല പേരുകളും ഉച്ചരിക്കാൻ പ്രയാസമാണ്. ഒരുപക്ഷെ തെറ്റുകൾ വന്നേക്കാം. അതുപോലെ ഈ കേസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ലഭ്യമായ മാധ്യമ റിപ്പോർട്ടുകളെയും യൂട്യൂബ് വീഡിയോകളെയും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്. യു മെങ്ലോങ്ങിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരാരോപണങ്ങളെയും ഈ വീഡിയോ സ്ഥിരീകരിക്കുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ആരാധകർ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. ഇനി വീഡിയോയിലേക്ക് കടക്കാം. 2025 സെപ്റ്റംബർ 11 ബെയ്ജിങ്ങിലെ ചാവോയാങ് ജില്ലയിലുള്ള സൺഷൈൻ അപ്പർ ഈസ്റ്റ് റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ് സ്ഥലം. രാവിലെ ഒരു 6 മണിയായി കാണും. ആ കോംപ്ലക്സിലെ ഒരു താമസക്കാരൻ തന്റെ നായയുമായി നടക്കാനിറങ്ങിയപ്പോഴാണ് നടുക്കുന്ന ആ കാഴ്ച കണ്ടത്. ബിൽഡിങ്ങിന് താഴെയായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു മൃതദേഹം. അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് ആക്ടർ യു മെങ്ലോങ് ആണ് മരിച്ചു കിടക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. അദ്ദേഹം ഉടൻ തന്നെ എമർജൻസി സർവീസിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. ഉടനടി പോലീസും മെഡിക്കൽ ടീമും സ്ഥലത്തെത്തി. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. യു മെങ്ലോങ് മരണപ്പെട്ടു എന്ന വാർത്ത ചൈനയിലുടനീളം കാട്ടുതീ പോലെ പടർന്നു. ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹം ആ ബിൽഡിങ്ങിന്റെ 27-ാം നിലയിൽ നിന്നും വീണതാണെന്നും മറ്റു ചില റിപ്പോർട്ടുകളിൽ 5-ാം നിലയിലുള്ള അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നുമാണ് വീണത് എന്നും പറയുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരണമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിലെ ഒരു ജനാല തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻ തകർന്നിട്ടുമുണ്ട്. മരണത്തിൽ ദുരൂഹത നിലനിൽക്കുമ്പോഴും ലോക്കൽ പോലീസ് കാര്യമായ രീതിയിൽ ഒരു അന്വേഷണവും നടത്താതെ ഒരു നിഗമനത്തിലെത്തി. ഇത് ഒരു അപകട മരണമാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും അമിതമായ അളവിൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. മദ്യലഹരിയിൽ കെട്ടിടത്തിൽ നിന്നും വീണതിനെ തുടർന്നുണ്ടായ മരണം. അതല്ലാതെ ഈ മരണത്തിൽ ഒരു ദുരൂഹതയുമില്ല. ഇതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ലോകമറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചത് വെറും 12 മണിക്കൂറിനുള്ളിലാണ്. അതിനുശേഷമാണ് ചൈനയിലെ സോഷ്യൽ മീഡിയയിൽ നിന്നും യു മെങ്ലോങ്ങിന്റെ ഹാഷ്ടാഗുകളും അനുശോചന കുറിപ്പുകളും നീക്കം ചെയ്യപ്പെടുന്നത്.
ഇതോടെ സംശയങ്ങൾ ഉയർന്നു. പോലീസ് കേസ് അവസാനിപ്പിച്ചെങ്കിലും ഓൺലൈൻ മീഡിയാസ് ഇത് ഏറ്റെടുത്തു. അവർ സംശയം ജനിപ്പിക്കുന്ന നിരവധി ചോദ്യങ്ങളുമായി മുന്നോട്ട് വന്നു. ചൈനീസ് പോലീസ് എഴുതി തള്ളിയ കേസായിരുന്നിട്ട് കൂടിയും ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേസ് ഏറ്റെടുത്തത് എന്നറിയണമെങ്കിൽ ആദ്യം യു മെങ്ലോങ് ആരാണെന്നറിയണം. പടിഞ്ഞാറൻ ചൈനയിലെ ഷിൻജിയാങ് പ്രവിശ്യയിലുള്ള യുറോങ്ഹ എന്ന നഗരത്തിൽ 1988 ജൂൺ 15 യു മെങ്ലോങ് ജനിച്ചത്. പ്രശസ്തിയുടെയോ സമ്പന്നതയുടെയോ നടുവിലല്ല അദ്ദേഹം ജനിച്ചത്. ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു. അമ്മ ഒരു മ്യൂസിക് ടീച്ചറായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ തൻ്റെ മകൻ്റെ സംഗീതവാസന തിരിച്ചറിഞ്ഞ അമ്മ അവനെ പിയാനോ പ്ലേ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുകയും പാട്ടുകൾ പാടാൻ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അച്ഛൻ ഒരു ഫിറ്റ്നസ് കോച്ചായിരുന്നു. യു മെങ്ലോങ് അച്ചടക്കവും കഠിനാധ്വാനവും പഠിച്ചത് അച്ഛനിൽ നിന്നുമായിരുന്നു. ടീനേജിലേക്ക് കടന്നതോടെ റിയാലിറ്റി ഷോകളിലൂടെയും മ്യൂസിക് പ്രോഗ്രാമുകളിലൂടെയും യു മെങ്ലോങ് ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ തുടങ്ങി. 2007 മൈ ഷോ മൈ ലൈഫ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് ശ്രദ്ധ നേടി. 2013 ഹാപ്പി ബോയ്സ് എന്ന ടാലന്റ് കോമ്പറ്റീഷനിൽ ടോപ്പ് 10-ലെത്തി. പിന്നീട് അഭിനയ രംഗത്തേക്ക് കടന്നെങ്കിലും യു മെങ്ലോങ്ങിന്റെ വിജയം അതിവേഗത്തിലുള്ളതായിരുന്നില്ല. തനിക്ക് ലഭിക്കുന്ന ഓരോ കഥാപാത്രത്തെയും വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച് പതുക്കെ പതുക്കെ പണിതുയർത്തിയ കരിയറായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇതിലൂടെ കഥാപാത്രങ്ങൾക്ക് ആഴത്തിലുള്ള വികാരങ്ങൾ നൽകുന്ന നടൻ എന്ന പേര് യു മെങ്ലോങ് സ്വന്തമാക്കി. 2015 പുറത്തിറങ്ങിയ ഗോ പ്രിൻസസ് ഗോ എന്ന ടെലിവിഷൻ സീരീസിലെ രാജകുമാരന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ 2017 പുറത്തിറങ്ങിയ എറ്റേണൽ ലവ് എന്ന സീരീസിൽ യാങ് മിയോടൊപ്പം അഭിനയിച്ചതാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ. തുടർന്ന് 2019 പുറത്തിറങ്ങിയ ദ ലെജൻഡ് ഓഫ് വൈറ്റ് സ്നേക്ക്, 2020 ദ ലവ് ലാസ്റ്റ് 2 മൈൻസ് തുടങ്ങിയ ജനപ്രിയ വെബ് സീരീസുകൾ അദ്ദേഹത്തെ ഉയരങ്ങളിലെത്തിച്ചു. പക്ഷേ എത്ര തന്നെ ഉയരങ്ങളിലെത്തിയിട്ടും യു മെങ്ലോങ് തന്റെ വിനയത്തോടെയുള്ള പെരുമാറ്റം കൈവിട്ടില്ല. സെറ്റുകളിൽ അച്ചടക്കം പാലിക്കുന്ന, സ്വകാര്യത കാത്തുസൂക്ഷിക്കുന്ന, ജോലിയിൽ അതീവ പ്രൊഫഷണലും ഡെഡിക്കേറ്റഡുമായ അദ്ദേഹം വിവാദങ്ങളെ തന്റെ കരിയറിൽ നിന്നും അകറ്റി നിർത്തി. അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതവും വളരെ ലളിതമായിരുന്നു. മരണത്തിന് തൊട്ടു മുൻപുള്ള മാസങ്ങളിൽ യു മെങ്ലോങ് നല്ല തിരക്കിലായിരുന്നു. 6 മാസം നീണ്ടുനിന്ന ജേർണി ടു ദ എൻഡ് ഓഫ് ദി നൈറ്റ് എന്ന ഫാന്റസി ഡ്രാമയുടെ ചിത്രീകരണം 2025 ജൂണിലാണ് അവസാനിച്ചത്. അതിനു പുറമെ റിലീസ് കാത്തിരുന്ന 2 സിനിമകളും ഉണ്ടായിരുന്നു. അങ്ങനെ കരിയർ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായി ആരാധകരെ വിഷമത്തിലാഴ്ത്തിക്കൊണ്ട് യു മെങ്ലോങ് മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത്. യു മെങ്ലോങ്ങിന്റെ മരണം വിവാദമായതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് യു മെങ്ലോങ് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അയച്ച ചില വിചിത്രമായ മെസ്സേജുകൾ. അതിൽ അദ്ദേഹം ഒരാളെ ഭയപ്പെടുന്നതായി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. നിയമവിരുദ്ധമായ എന്തോ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവർക്കിടയിലുള്ളത്. അയാൾ തന്നെ കൊലപ്പെടുത്തുമെന്ന് യു മെങ്ലോങ് ഭയപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു. അതുപോലെ 2025 സെപ്റ്റംബർ 10, അതായത് മെങ്ലോങ്ങിന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയതിന്റെ തലേ ദിവസം രാത്രി അതേ റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ തന്നെയുള്ള ഒരു സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ച് ഒരു പാർട്ടി നടന്നിരുന്നു. അതിൽ യു മെങ്ലോങ് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടാതെ 16ഓളം പേർ ആ പാർട്ടിയിൽ ആക്റ്റീവായി പങ്കെടുത്തിരുന്നു. പുറമേ നിന്നും നോക്കുന്നവർക്ക് അത് ഫ്രണ്ട്സ് എല്ലാവരും ഒത്തുചേർന്ന ഒരു നോർമൽ പാർട്ടി പോലെ തോന്നുമെങ്കിലും ആ പാർട്ടിയിൽ പങ്കെടുത്ത ചിലർക്ക് പറയാനുണ്ടായിരുന്നത് മറ്റൊന്നായിരുന്നു. യു മെങ്ലോങ്ങിനെ സംബന്ധിച്ച് അതൊരു നോർമൽ ഡേ ആയിരുന്നില്ല. അദ്ദേഹത്തെ എന്തോ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മുഖഭാവങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതുപോലെ നെക്സ്റ്റ് ഡേ ഷൂട്ട് ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം മദ്യപിക്കാൻ പോലും നിന്നിട്ടില്ല. പാർട്ടി നടക്കുമ്പോൾ പോലും തനിച്ചിരിക്കാനായിരുന്നു മെങ്ലോങ് ആഗ്രഹിച്ചിരുന്നത്. ആ അപ്പാർട്ട്മെന്റിലെ ഒരു റൂമിൽ അദ്ദേഹം വളരെ നേരം വാതിലടച്ചിരുന്നു. മിഡ് നൈറ്റോടെ പാർട്ടി അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു. ഇതായിരുന്നു ആ പാർട്ടിയിൽ പങ്കെടുത്തവർ പറഞ്ഞത്. പിന്നീട് പുലർച്ചെ 2 മണിയോടെ ആരോ നിലവിളിക്കുന്ന ശബ്ദം കേട്ടതായി ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ താമസക്കാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാവിലെയോടെ മാത്രമാണ് ആളുകൾ ഡെഡ് ബോഡി കണ്ടത്. ഇതേ സമയം ഓൺലൈനിൽ പ്രചരിച്ച ഒരു വീഡിയോ മറ്റു പല ചർച്ചകൾക്കും സംശയങ്ങൾക്കും വഴിവെച്ചു. ആ വീഡിയോയിൽ കുറച്ചു പേർ ചേർന്ന് ഒരാളെ ബെയ്ജിങ്ങിലെ ബൾഗാറി ഹോട്ടലിൽ നിന്നും സൺഷൈൻ അപ്പർ ഈസ്റ്റ് റെസിഡൻഷ്യൽ കോംപ്ലക്സിലേക്ക് മാറ്റുന്നതായി കാണാം. അയാൾ തളർന്നിരിക്കുന്നതായും ശരീരത്തിൽ പരിക്കേറ്റിരിക്കുന്നതായും ആളുകൾ അയാളെ വലിച്ചിഴച്ചാണ് കൊണ്ടുപോകുന്നത് എന്നും ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നുണ്ട്. അവനെ ബലമായി മദ്യം കുടിപ്പിക്കൂ എന്ന് ആരോ പറയുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്.
ആ വീഡിയോയിലുള്ള വ്യക്തി യു മെങ്ലോങ് ആണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആ വീഡിയോ നിമിഷ നേരങ്ങൾക്കുള്ളിൽ വൈറലായി. ജനങ്ങളുടെ മനസ്സിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ സംശയങ്ങൾക്ക് തിരികൊളുത്താൻ ആ വീഡിയോ ധാരാളമായിരുന്നു. അതുപോലെ ഡെഡ് ബോഡി കണ്ടെത്തിയതിനു ശേഷം വെറും 12 മണിക്കൂറിനുള്ളിൽ പോലീസ് ഒരു നിഗമനത്തിലെത്തിയതും കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ചതും ചോദ്യം ചെയ്തുകൊണ്ട് തായ്വാനീസ് അഡ്വക്കേറ്റായ യാൻ റൂയ്കിങ് രംഗത്ത് വന്നു. ലോകമറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി, ജീവന് ഭീഷണിയുണ്ട് എന്ന് സ്വന്തം അമ്മയ്ക്ക് മെസ്സേജുകൾ അയച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒത്തിരി സംശയങ്ങൾ നിലനിൽക്കുന്നു. എന്നിട്ടും വെറും 12 മണിക്കൂറിനുള്ളിൽ കേസ് അന്വേഷണം അവസാനിപ്പിച്ചതിൽ ദുരൂഹതകളുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ഈ ആരോപണത്തെ സാധൂകരിക്കുന്നതായിരുന്നു പോലീസിന്റെ തുടർന്നുള്ള നടപടികൾ. പൊതുജനങ്ങളിൽ നിന്നും അവർ പലതും മറച്ചുവെച്ചു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ആ റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ CCTV ദൃശ്യങ്ങൾ. ക്യാമറകൾ പ്രവർത്തിക്കാത്തതിനാൽ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളോ സാക്ഷിമൊഴികളോ ഒന്നും പുറത്തു വന്നില്ല. ഇത്രയും ദുരൂഹതകൾ നിലനിൽക്കുമ്പോഴും യു മെങ്ലോങ്ങിന്റെ മരണം നടന്ന് 5 ദിവസത്തിനു ശേഷം, അതായത് സെപ്റ്റംബർ 16-ന് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. അത് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിലാണ് പുറത്തിറക്കിയത്. യു മെങ്ലോങ് മദ്യപിച്ചതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടതാണ്. പോലീസ് അവരുടെ അന്വേഷണ ഫലങ്ങൾ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ സംഭവത്തെ ശാന്തമായി കാണണമെന്നും അനാവശ്യമായ അനുമാനങ്ങളും വിവാദങ്ങളും ഒഴിവാക്കണമെന്നും തന്റെ മകനെ സമാധാനത്തോടെ വിശ്രമിക്കാൻ അനുവദിക്കണമെന്നും ആ പ്രസ്താവനയിൽ പറയുന്നു. പിന്നീട് സെപ്റ്റംബർ 21-ന് ബെയ്ജിംഗ് മുനിസിപ്പൽ പബ്ലിക് സെക്യൂരിറ്റി ബ്യൂറോയുടെ ചാവോയാങ് ബ്രാഞ്ച് ഔദ്യോഗിക പോലീസ് റിപ്പോർട്ടും പുറത്തുവിട്ടു. ഇത് ഒരു അപകട മരണമാണ്. അമിത മദ്യപാനത്തെ തുടർന്നുണ്ടായ അപകടം. സംഭവ സ്ഥലത്ത് നടത്തിയ പരിശോധനകൾ, സാക്ഷിമൊഴികൾ, പോസ്റ്റ്മോർട്ടം ആൻഡ് ഫോറൻസിക് റിപ്പോർട്ട്, ഇതിൽ നിന്നൊന്നും ഇതൊരു കൊലപാതകമാണ് എന്നുള്ളതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഈ വിവരങ്ങളെല്ലാം അതാത് സമയത്ത് തന്നെ യു മെങ്ലോങ്ങിന്റെ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളതാണ്. കുടുംബം പോലീസ് അന്വേഷണത്തിൽ തൃപ്തരുമാണ്. ഇതായിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും വിവാദങ്ങൾ അവസാനിച്ചില്ല. ഓൺലൈനിൽ യു മെങ്ലോങ്ങിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ ചൈനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 3 സ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. യു മെങ്ലോങ്ങിനെ കെട്ടിത്തൂക്കി മർദ്ദിച്ചു, നഖങ്ങൾ പിഴുതെടുത്തു, ശരീരം മുറിവേൽപ്പിച്ച് ബിൽഡിംഗിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു എന്നെല്ലാം പറഞ്ഞതിനാണ് 29-കാരിയായ യുവാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ പോലീസ് മനഃപൂർവ്വം CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചുവെന്നും മെങ്ലോങ്ങിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയാണ് അവരുടെ പേരിൽ തെറ്റായ പ്രസ്താവന പുറത്തിറക്കിയത് എന്ന് പറഞ്ഞതിനായിരുന്നു 41-കാരിയായ ക്യൂ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കൃത്രിമ വീഡിയോകൾ സൃഷ്ടിച്ചതായി ആരോപിച്ചതിന് 40-കാരിയായ സെങ്ങും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതിൽ നിന്നും സന്ദേശം വ്യക്തമാണ്. യു മെങ്ലോങ്ങിന്റെ മരണത്തെക്കുറിച്ച് വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചാൽ അറസ്റ്റാണ് ഫലം. എന്നാൽ പോലീസിന്റെ ഈ നീക്കമൊന്നും ജനങ്ങളെ ശാന്തരാക്കിയില്ല. മറിച്ച് ഓൺലൈനിൽ അതിവേഗത്തിൽ തന്നെ പ്രതികരണമുണ്ടായി. പലർക്കും പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അന്വേഷണം ഇത്ര വേഗത്തിൽ അവസാനിപ്പിച്ചത്? എന്തുകൊണ്ടാണ് CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാത്തത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറച്ചുവെക്കുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളായി വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ആ പോസ്റ്റുകൾ മിനിറ്റുകൾക്കകം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. തുടർച്ചയായി കേസ് ചർച്ച ചെയ്ത അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്തു, ഹാഷ്ടാഗുകൾ ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ മറ്റു വിഷയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തു. ഇത് ജനങ്ങളുടെ സംശയം ഇരട്ടിയാക്കി. സോഷ്യൽ മീഡിയ വഴി ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും വിപരീത ഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചതും. Awas.org, Change.org പോലുള്ള ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിൽ ഹർജികൾ ആരംഭിച്ചു. വിദേശ മാധ്യമങ്ങൾ ഈ കേസ് റിപ്പോർട്ട് ചെയ്യണം, സ്വതന്ത്ര അന്വേഷണം വേണം എന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഹർജിയിൽ ഓൺലൈനായി ഒപ്പുവെച്ചു. ഇനി ഈ കേസിനെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും വലിയ അഭ്യൂഹങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും കടക്കാം. പക്ഷേ അതിനു മുൻപ് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താം. ഇനി പറയാൻ പോകുന്നത് ചൈനയിലും ഇന്റർനാഷണൽ ഓൺലൈൻ മീഡിയകളിലും വ്യാപകമായി പ്രചരിച്ച അഭ്യൂഹങ്ങളും ആരോപണങ്ങളുമാണ്. ഇവയിൽ ഒന്നും ഔദ്യോഗികമായി തെളിയിക്കപ്പെട്ടിട്ടില്ല, കോടതിയിൽ സ്ഥിരീകരിക്കപ്പെട്ടതുമല്ല. അപ്പോൾ എന്തിനാണിതെല്ലാം പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ കേസിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. ലക്ഷക്കണക്കിന് ആളുകൾ എന്താണ് വിശ്വസിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ വിശ്വസിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കാൻ. അത്രമാത്രം. ആദ്യം മരണപ്പെടുന്നതിന്റെ തലേ ദിവസം രാത്രി യു മെങ്ലോങ് പങ്കെടുത്ത ആ പാർട്ടിയെക്കുറിച്ച് സംസാരിക്കാം. കാരണം അവിടെ നിന്നുമാണ് ഈ കേസ് കൂടുതൽ സങ്കീർണമാവുന്നത്.
ആ പാർട്ടിയിൽ പങ്കെടുത്ത 16 ആളുകളുടെയും പേരുവിവരങ്ങൾ പുറത്തു വന്നെങ്കിലും അതിലെ 2 പേരുകൾ ആവർത്തിച്ച് ചർച്ചയായി: ഷിൻചിയും സായ് ഈജിയയും. ഈ പേരുകൾ ചർച്ചയായത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ പാർട്ടിയിൽ പങ്കെടുക്കാത്ത എന്നാൽ ഈ കേസിലുടനീളം നിഴലായി നിലകൊള്ളുന്ന ഒരാളെക്കുറിച്ച് അറിയണം. അയാളുടെ പേര് സായ് ചി. ഇത് മുൻപ് പറഞ്ഞ ആ 2 പേരുകളിലെ സായ് ഈജിയയല്ല, സായ് ചിയാണ്. വ്യത്യസ്ത വ്യക്തികളാണ്, പക്ഷേ ഫാമിലി നെയിം ശ്രദ്ധിക്കണം. സായ് ചി ചൈനയിലെ ഏറ്റവും ശക്തരായ 7 ഉന്നതോദ്യോഗസ്ഥരിൽ ഒരാളാണ്. പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗം, അതായത് ചൈനയുടെ ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുന്ന ശക്തരിൽ ഒരാൾ. അതിലും പ്രധാനമായി രാജ്യത്തിന്റെ പ്രൊപ്പഗണ്ട, സെൻസർഷിപ്പ് സംവിധാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? രാജ്യമൊട്ടാകെ അതിവേഗത്തിൽ പരക്കുന്ന ഒരു വാർത്ത നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ തടയാൻ കഴിയുന്ന അധികാരം. സോഷ്യൽ മീഡിയയിൽ നിന്നുമുള്ള വിവരങ്ങൾ നിമിഷങ്ങൾക്കകം ഇല്ലാതാക്കാൻ കഴിയുന്ന പവർ. 12 മണിക്കൂറിനുള്ളിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സ്ഥാനം. അങ്ങനെയൊരു പവർ ആരെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് സായ് ചിയായിരുന്നു. ഓൺലൈനിൽ വ്യാപകമായി പ്രചരിച്ച ആരോപണങ്ങൾ പ്രകാരം ആ ഡിന്നർ പാർട്ടിയിലുണ്ടായിരുന്ന 2 പേർ, അതായത് മുൻപ് പറഞ്ഞ ആ 2 പേർ, ഷിൻചിയും സായ് ഈജിയയും ഇദ്ദേഹത്തിന്റെ വിവാഹേതര ബന്ധത്തിലെ പുത്രന്മാരാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ഷിൻചി അറിയപ്പെടുന്നത് തന്നെ സെക്കൻഡ് ജനറേഷൻ റെഡ് എന്നാണ്. അതായത് ചൈനീസ് രാഷ്ട്രീയ ഭാഷയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉന്നതരുടെ മക്കളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം. വെറും 18-ാം വയസ്സിൽ സർക്കാർ പദവിയിലെത്തിയ വ്യക്തിയാണ് ഷിൻചി. ചൈനയിൽ ശക്തമായ കുടുംബ ബന്ധങ്ങളില്ലാതെ അത് പ്രായോഗികമല്ല. ഇനി യു മെങ്ലോങ്ങും ഷിൻചിയും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. 2013 മുതൽ യു മെങ്ലോങ്ങിന്റെ കരിയർ മാനേജ് ചെയ്ത ടിയാന്യു മീഡിയ എന്ന സർക്കാർ നിയന്ത്രിത കമ്പനിയുടെ യഥാർത്ഥ നിയന്ത്രകൻ ഷിൻചിയാണ്. അത് വെറും മാനേജ്മെന്റ് മാത്രമായിരുന്നില്ല. അവൻ മെങ്ലോങ്ങിന്റെ കരിയർ നിയന്ത്രിച്ചിരുന്നത് ഒരു ഉടമസ്ഥനെ പോലെയായിരുന്നു. അദ്ദേഹത്തിന്റെ അവസരങ്ങൾ നിയന്ത്രിക്കാൻ ഫാൻ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചുവെന്നും വലിയ അവസരങ്ങൾ വന്നാൽ പോലും അത് കമ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത വിധം കടുത്ത കരാറുകളിൽ അവനെ കുടുക്കിയെന്നും പറയപ്പെടുന്നു. ഷിൻചി അത് ചെയ്തത് സായ് ഈജിയയ്ക്ക് വേണ്ടിയായിരുന്നു. 1996-ൽ ഫുജിയാൻ പ്രവിശ്യയിലെ ഫുചൌവിൽ ജനിച്ച നിലവിൽ ചൈനീസ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു യുവ നടനാണ് സായ് ഈജിയ. ഇവിടെയാണ് ടൈം ലൈൻ കൂടുതൽ കൗതുകകരമാവുന്നത്. പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ സായ് ചി 1994 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിൽ ഫുചൌവിലെ ഫ്യൂജിയാൻ നോർമൽ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് പഠിക്കുകയായിരുന്നു. അതായത് സായ് ഈജിയ ജനിച്ച കാലവും സായ് ചി അവിടെ ഉണ്ടായിരുന്ന സമയവും കൃത്യമായി ഒത്തുപോകുന്നു. അതിൽ കൂടുതൽ ശ്രദ്ധേയമായ കാര്യം ഇരുവരുടെയും കുടുംബനാമം സായ് എന്നതാണ്. ചൈനീസ് സംസ്കാരത്തിൽ കുടുംബനാമത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിവാഹേതര ബന്ധത്തിലെ മക്കൾക്ക് പോലും പലപ്പോഴും പിതാവിന്റെ കുടുംബനാമം തന്നെയാണ് നൽകാറുള്ളത്. അതുപോലെ ചിലർ സായ് ചിയുടെയും സായ് ഈജിയയുടെയും ഫോട്ടോകൾ തമ്മിൽ താരതമ്യം ചെയ്തു. അവർ പറയുന്നത് ഇരുവരുടെയും മുഖസാദൃശ്യം അതിശയകരമാണെന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സായ് ഈജിയയുടെ ആക്ടിംഗ് ബിലോ ആവറേജ് ആണ്. എന്നിട്ടും അവന് തുടർച്ചയായി, അതും വലിയ വലിയ പ്രൊജക്ടുകളിൽ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. പ്രശസ്തരായ പല താരങ്ങളുടെയും പിന്തുണയോടെയാണ് അവന്റെ കരിയർ വളർന്നതെന്നും ആരോപണമുണ്ട്. പക്ഷേ ഏറ്റവും ദുരൂഹമായ കാര്യം, മാധ്യമപ്രവർത്തകർക്ക് പോലും സായ് ഈജിയയുടെ കുടുംബ പശ്ചാത്തലം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ചൈന പോലൊരു രാജ്യത്ത് ഓരോ പൗരന്റെയും ഹൗസ് ഹോൾഡ് രജിസ്ട്രേഷൻ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നിടത്ത് ഇത്ര വലിയൊരു മറച്ചുവെക്കൽ നടക്കണമെങ്കിൽ അതിനു പിന്നിൽ ശക്തനായ ആരെങ്കിലും ഉണ്ടാവുമെന്നും സായ് ഈജിയയെയും സായ് ചിയെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളെല്ലാം മിനിറ്റുകൾക്കകം സോഷ്യൽ മീഡിയയിൽ നിന്നും ഇല്ലാതാക്കപ്പെടുന്നു എന്നുള്ളത് ഇതിന്റെ തെളിവാണ് എന്നും പലരും വാദിക്കുന്നു. സായ് ചിയുടെ വിവാഹേതര ബന്ധത്തിലെ പുത്രന്മാരിൽ മൂത്തവനായ ഷിൻചി രാഷ്ട്രീയവും ബിസിനസ് കാര്യങ്ങളും നിയന്ത്രിച്ചപ്പോൾ ഇളയവനായ സായ് ഈജിയ സ്വാധീനം ഉപയോഗിച്ച് ഫിലിം ഇൻഡസ്ട്രിയിൽ സജീവമായി എന്നുള്ളതാണ് പ്രധാന ആരോപണം. ഇനി മറ്റൊരു കാര്യം, ആ രാത്രിയിലെ പാർട്ടിയിൽ പങ്കെടുത്തവരിൽ മറ്റു ചില പ്രമുഖർ കൂടിയുണ്ട്. അവരിൽ ഒരാളാണ് ചൈനീസ് നടിയായ സോങ് ഇറൻ. അവളും യു മെങ്ലോങ് താമസിച്ചിരുന്ന അതേ റെസിഡൻഷ്യൽ കോംപ്ലക്സിലാണ് താമസിച്ചിരുന്നത്. ഇരുവരും നെയ്ബേഴ്സുമാണ്. ഈ പാർട്ടി സംഘടിപ്പിക്കാൻ സഹായിച്ചതും മെങ്ലോങ്ങുമായുള്ള സൗഹൃദം ഉപയോഗിച്ച് അവളാണ് അവനെ ആ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് എന്നുമാണ് പറയപ്പെടുന്നത്. എന്നാൽ സോങ് ഇറൻ ഈ ആരോപണങ്ങളെല്ലാം പരസ്യമായി നിഷേധിച്ചു. അവളുടെ അഡ്വക്കേറ്റ് ഇത്തരം ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പും നൽകി. സോങ് ഇറനെ കൂടാതെ ആക്ടർ ഫൺ ഷിക്കിയെ ചുറ്റിപ്പറ്റിയും ആരോപണങ്ങളുയർന്നു.
യു മെങ്ലോങ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഫാൻഷിക്ക് അവനെ പിടിച്ചു നിർത്തുകയും മർദ്ദിക്കുകയും പിന്നീട് കാറിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതായി ചില ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ പറയപ്പെടുന്ന ഉദ്ദേശം അസൂയയാണ്. യു മെങ്ലോങ്ങിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അവസരങ്ങൾ, പ്രധാനപ്പെട്ട വേഷങ്ങൾ, സ്റ്റേജ് ഷോകൾ, കരാറുകളെല്ലാം ഫാൻഷിക്ക് ലഭിക്കാനാണ് കൂടുതൽ സാധ്യത. കാരണം അവനും മെങ്ലോങ്ങിനെ പോലെ ഒരു സിംഗർ കൂടിയാണ്. ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് ഫാൻഷിയുടെ പരിപാടികൾക്കെതിരെ വലിയ രീതിയിൽ ബഹിഷ്കരണ പ്രചരണങ്ങൾ ഉയർന്നു. ഇനി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഇത് മാത്രമാണോ യു മെങ്ലോങ്ങിന്റെ ജീവൻ അപായപ്പെടുത്താനുള്ള കാരണങ്ങൾ? അല്ല എന്നാണ് ഉത്തരം. ഇവിടെയാണ് ഈ കേസിലെ എല്ലാ ആരോപണങ്ങളും കണക്റ്റ് ആവാൻ പോകുന്നത്. പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം യു മെങ്ലോങ്ങിന്റെ പേരിൽ നിരവധി കമ്പനികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഒന്നും രണ്ടുമല്ല, ഡസൻ കണക്കിന് കമ്പനികൾ. ഇവയൊന്നും യു മെങ്ലോങ് ആരംഭിച്ച കമ്പനികളോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബിസിനസ്സുകളോ അല്ല. പകരം അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറുമെല്ലാം ഉപയോഗിച്ചു തുടങ്ങിയ ഷെൽ കമ്പനികളാണ്. ഇതിൽ ചില കമ്പനികൾ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളുമാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. പക്ഷേ നിയമവിരുദ്ധമായി നടത്തുന്ന ബിസിനസ്സുകൾക്ക് വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ ഐഡന്റിറ്റിയിൽ ഷെൽ കമ്പനികൾ ആരംഭിക്കുന്നത് ചൈനീസ് എന്റർടൈൻമെന്റ് വേൾഡിൽ പുതുമയുള്ള കാര്യമൊന്നുമല്ല. വർഷങ്ങളായി ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ചില സെലിബ്രിറ്റികൾ തങ്ങളുടെ പേരിൽ ഇങ്ങനെയൊരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അറിയുക. ഒരുപക്ഷെ തന്റെ പേരിൽ ഇങ്ങനെയൊരു ദുരുപയോഗം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ യു മെങ്ലോങ് അനധികൃത സാമ്പത്തിക ഇടപാടുകൾക്കും ഗുരുതരമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് പലരും വിശ്വസിക്കുന്നു. യു മെങ്ലോങ് തന്റെ അമ്മയ്ക്ക് അയച്ച ആ അവസാന മെസ്സേജുകൾ, അതായത് എന്തോ പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ആരോ തന്നെ കൊലപ്പെടുത്തുമെന്നുള്ള ഭയവും അർത്ഥവത്താകുന്നത് ഇവിടെയാണ്. ഈ പ്രശ്നത്തിന്റെ പേരിൽ ആരെങ്കിലും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാവാം. യു മെങ്ലോങ് നിർണായകമായ എവിഡൻസുകൾ അടങ്ങിയ ഒരു USB വിഴുങ്ങിയിരുന്നുവെന്നും കൊലയാളികൾ അദ്ദേഹത്തിന്റെ വയർ കീറി അത് പുറത്തെടുത്തു എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അവന്റെ വയർ കീറി അത് പുറത്തെടുക്കോ, അവൻ മരിക്കില്ല എന്നിങ്ങനെയുള്ള കൊലയാളികളുടേതാണെന്ന് സംശയിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതോടെയാണ് USB ബന്ധപ്പെട്ട തിയറി വ്യാപകമായി പ്രചരിച്ചത്. സെപ്റ്റംബർ 10 നടന്ന പാർട്ടിയിൽ വെച്ച് യു മെങ്ലോങ് തന്റെ പേര് ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടാവണം. ഇതോടെ തങ്ങൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും യു മെങ്ലോങ് ഒരു USB സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ശത്രുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ തെളിവുകൾ പുറത്തു വന്നാൽ കള്ളപ്പണം വെളുപ്പിക്കലിനെക്കുറിച്ചും ആയുധ വ്യാപാരത്തെക്കുറിച്ചുമുള്ള രഹസ്യങ്ങൾ പുറത്തുവരും. പോരാത്തതിന് ചൈനയിലെ ഉന്നതരായ പല വ്യക്തികളുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴും. ഇത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അതിനാൽ സത്യങ്ങൾ പുറത്തു വരാതിരിക്കാനും ആ USB കൈവശപ്പെടുത്താനും ശത്രുക്കൾ തീരുമാനിച്ചു. എന്നാൽ തന്റെ കൈവശമുള്ള തെളിവ് നഷ്ടപ്പെടുമെന്നായപ്പോൾ യു മെങ്ലോങ് ആ USB വിഴുങ്ങിയിരിക്കാമെന്നും അത് പുറത്തെടുക്കാൻ വേണ്ടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നുമാണ് USB ബന്ധപ്പെട്ട തിയറിയിൽ പറയുന്നത്. ഈ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കാൻ കാരണമായ മറ്റൊരു സംഭവം യു മെങ്ലോങ്ങിന്റെ അമ്മയുടെ മൗനമാണ്. കാരണം തന്റെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് യു മെങ്ലോങ് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളതാണ്. എന്നിട്ടും പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം അംഗീകരിക്കാനും അനാവശ്യ വിവാദങ്ങളും അനുമാനങ്ങളും അവസാനിപ്പിക്കണമെന്നുമായിരുന്നു അവരുടെ പ്രസ്താവന. ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം പിന്നീട് അവരൊരിക്കലും പൊതുവേദികളിലോ മാധ്യമങ്ങളുടെ മുന്നിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പൊതുജനങ്ങളുടെ കാഴ്ചയിൽ നിന്ന് പോലും യു മെങ്ലോങ്ങിന്റെ അമ്മ അപ്രത്യക്ഷയായി. ഇതോടെ ശത്രുക്കൾ അവരുടെ ജീവനും അപായപ്പെടുത്തി കാണുമോ എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നു. തുടർന്ന് വേർ ഈസ് യു മെങ്ലോങ്സ് മദർ എന്ന പേരിൽ മറ്റൊരു ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയി. അതും ഇന്റർനെറ്റിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു. യു മെങ്ലോങ് മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹം താമസിച്ചിരുന്ന സൺഷൈൻ അപ്പർ ഈസ്റ്റ് റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ നിരവധി താമസക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 10 ലക്ഷം യുവാൻ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു എന്നും ഇതേ തുടർന്ന് 100ഓളം താമസക്കാർ ഫ്ളാറ്റ് വിറ്റ് ഒഴിഞ്ഞുപോയി എന്നുള്ളതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. യു മെങ്ലോങ്ങിന്റെ ആരാധകരും ഇന്റർനാഷണൽ മീഡിയാസും ഈ കേസ് ഏറ്റെടുത്തതുകൊണ്ട് മാത്രമാണ് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളാണെങ്കിൽ കൂടിയും ഇത്രയും വിവരങ്ങളെങ്കിലും പുറത്തു വന്നത്. അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ സ്വാധീനം ചെലുത്തുന്നിടത്തോളം കാലം ചൈനയിൽ ഈ കേസിലൊരു നിഷ്പക്ഷമായ അന്വേഷണം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. സത്യങ്ങൾ മൂടിവെക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. തെളിവുകൾ അപ്രത്യക്ഷമാവുമ്പോൾ, ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ചൈനയിലെ മുഴുവൻ ഭരണ സംവിധാനത്തോടുമുള്ള വിശ്വാസമാണ് തകരുന്നത്. നിലവിൽ ഈ കേസിൽ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ബാക്കിയാവുന്നത്.
ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് മെസ്സേജുകൾ അയച്ച ലോകമറിയപ്പെടുന്ന ഒരു പ്രശസ്ത നടന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് വെറും 12 മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്നത്? ആ റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ CCTV ദൃശ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? ഒരു പ്രസ്താവന മാത്രം നടത്തിയ യു മെങ്ലോങ്ങിന്റെ അമ്മ പിന്നെ എന്തുകൊണ്ടാണ് പൊതുജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരുന്നത്? യഥാർത്ഥത്തിൽ അവർക്ക് എന്ത് സംഭവിച്ചു? 100ഓളം താമസക്കാർ ഒരുമിച്ച് ഫ്ളാറ്റ് വിറ്റ് പോയത് എന്തുകൊണ്ട്? അവർക്കാരെങ്കിലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ അതാരാണ്? എല്ലാത്തിനുമുപരി പ്രശസ്തനായ ഒരു നടനെ കൊലപ്പെടുത്താൻ മാത്രം ശത്രുക്കൾക്ക് എന്ത് സത്യമാണ് മറച്ചുവെക്കാനുള്ളത്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ മാത്രം ഇപ്പോഴും ബാക്കിയാവുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ ചോദ്യങ്ങൾ വെറും ഗോസിപ്പുകളല്ല. കേസിലെ ലഭ്യമായ വിവരങ്ങളിൽ നിന്നും സ്വാഭാവികമായും ഉയർന്നുവരുന്ന സംശയങ്ങളാണ്. ആ സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ ഈ കേസ് അവസാനിക്കില്ല. എന്താണ് യു മെങ്ലോങ്ങിന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.